ഈ നക്ഷത്രം 70,000 വർഷത്തിലൊരിക്കലാണ് ഈ നക്ഷത്രം ആകാശത്ത് തെളിയുക. ഈ നക്ഷത്രത്തെ ഞാൻ 70,000 തവണ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ആ നക്ഷത്രം ഞാനായിരുന്നു. രസകരമായൊരു അതിന് നമുക്ക് ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റാത്ത, ബുദ്ധിക്ക് പ്രവേശനമില്ലാത്ത കുറെ ലോകങ്ങളുണ്ട്. കാട്ടിൽ നിന്ന് നിധി കിട്ടിക്കഴിഞ്ഞാൽ ആ നിധി പുറത്ത് അങ്ങാടിയിൽ എത്തുന്നത് വരെ നമ്മൾ കഴുതപ്പുറത്താണ് കൊണ്ടുവരിക. പക്ഷെ ജ്വല്ലറിയിൽ എത്തിയിട്ടും നമ്മൾ എന്താക്കരുത്, കഴുതനെയും കൂട്ടി നടക്കരുത് എന്നാണ്. അല്ല, ബുദ്ധിക്കൊരു പരിധിയുണ്ട്. ബുദ്ധി ഒരു കഴുതയെ പോലെയാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിലെ അത് ഉപയോഗിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം ഈ കാവ്യ മോഹനങ്ങളായ മിസ്റ്റിക്കുകൾ വളരെയധികം പറയുന്ന കുറേ സംഗതികളുണ്ട്. അത് നമ്മൾ കാണുമ്പോഴാണ് അത്ഭുതപ്പെടുക. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു പോയി വന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് മേലൊന്നായിട്ട് ഇങ്ങനെ തൊട്ട് നോക്കിയെന്ന, ശരീരം മുഴുവൻ തൊട്ട്, എന്താണ് ഒരു നനവും കാണുന്നില്ലല്ലോ, ഈ മഴയൊന്നും അങ്ങ് കൊണ്ടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഏത് മഴ? ഞാൻ ഒരു മഴയും കണ്ടില്ലല്ലോ, മഴ പെയ്തില്ലല്ലോ എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തായിരുന്നു നീ ഇന്ന് ധരിച്ചത്? അപ്പോൾ പറഞ്ഞു, അങ്ങ് ധരിക്കുന്ന അതേ ശിരോവസ്ത്രം തന്നെയാണ് ഞാൻ ധരിച്ചത്. ഓ, അത് ശരി, അതാണ്. അപ്പോൾ പറഞ്ഞു കൊടുത്തു, സാധാരണ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത കുറേ ഹിമവർഷങ്ങളുണ്ട്, മഴകളുണ്ട്, ആകാശങ്ങളുണ്ട്, ഒരുപാട് നക്ഷത്രങ്ങൾ, ഒരുപാട് ലോകങ്ങളുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് ദർശിക്കാനാവാത്ത, നമ്മുടെ ചെവിക്ക് ഒരു പരിധിയുണ്ട്. 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും അപ്പുറത്ത്, അതിനിടയിലുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനപ്പുറത്തുള്ള ശബ്ദങ്ങളുണ്ട്, താഴെയുള്ളതും മുകളിലുള്ളതുണ്ട്. നമ്മുടെ കണ്ണിന് ചില പരിധികളുണ്ട്. ആ പരിധികൾക്ക് അകത്തുള്ളത് നമുക്ക് കാണാൻ പറ്റൂ, അതിനപ്പുറത്തുള്ളത് കാണാൻ നമുക്ക് കഴിയില്ല. അപ്പം ആ പരിധികൾക്ക് അപ്പുറത്തുള്ളതിനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളോടൊപ്പം സഹവസിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആളുകളോടൊപ്പം ആകുക എന്നുള്ളതാണ് അതിന് മാർഗം. അപ്പോഴാണ് നമ്മളെ അത്തരം ആളുകളായ മൗലാന ജലാലുദ്ദീൻ റൂമിയെ പോലെ, ഇബ്നു അറബിയെ പോലെ, ഇബ്നു അറബിയൊക്കെ അതൊരു വളരെ രസകരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോകത്തെ അതിമനോഹരമായി വിനിമയം ചെയ്ത ആൾ. റാബിയത്തുൽ അദവിയെ പോലുള്ള ആളുകൾ, ഷെയ്ഖ് അഹ്മദ് സർഹിന്ദിയെ പോലുള്ള ആളുകൾ, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയെ പോലുള്ള ആളുകൾ, ഇവരൊക്കെ പകർന്നു തന്ന ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസ്വരൂപമുണ്ട്. അത് കർമ്മങ്ങളുടെ ചില കെട്ടുപാടുകൾക്കകത്ത് ഒതുങ്ങുന്നതല്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സർവ്വ കർമ്മ മണ്ഡലങ്ങൾക്കും സർവ്വജ്ഞാന മണ്ഡലങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു സൗന്ദര്യ തേജോരൂപമാണ്. അതിനൊരു ഈസ്തറ്റിക് തലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനിയും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഈ ദർശനങ്ങളും ഈ മനഃശാസ്ത്രവും നമ്മുടെ എല്ലാ ജ്ഞാനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈസ്തറ്റിക് തലത്തിൽ. അത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളൊക്കെ ചെയ്ത് നമ്മൾ അത്ഭുതപ്പെടണം. അതായത് ഒരു ഉണ്ണി യേശുവിനെ പരിചയപ്പെടുത്തി, ഇപ്പോഴും അവരുടെ മനസ്സിൽ വളരെ ചെറുതാണ്, അതിനൊരു വല്ലാത്ത നിഷ്കളങ്കതയുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു പടനായകനെ പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു പുരോഹിത വർണ്ണമുള്ള ഒരു വടി പിടിച്ച് നിൽക്കുന്ന ഒരാളെ നമ്മളുടെ മനസ്സിൽ അങ്ങനെ ചിരപ്രതിഷ്ഠ നേടിപ്പോയി. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പോലും നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മഹാ സ്നേഹോത്സുകമായ ഒരു സൗന്ദര്യ തേജോരൂപത്തെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പോലും ഇത്രയൊക്കെയുണ്ടോ എന്ന് തോന്നിപ്പോവുക. അത് ഒരു തരം കൂട്ടിപ്പറയലല്ലേ എന്ന് തോന്നാൻ കാരണം നമ്മുടെ മനസ്സിലെവിടെയോ ഇത് ചിരപ്രതിഷ്ഠ നേടിപ്പോയതാണ്. അതിനെയാണ് നമ്മൾ അൺലേൺ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മനോഹരമായ ലോകത്തെ, ഒരു വളരെ സൗന്ദര്യ പ്രകാശമുള്ള ഒരു ലോകത്തെ, അതിൻ്റെ വളരെ കാവ്യാത്മകമായ ഒരു ലോകത്തെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അലി ശരീഅത്തി, ഇറാനിയൻ ചിന്തകനായ അലി ശരീഅത്തിയുടെ ഒരു വർക്കുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദ വിസേജ് ഓഫ് മുഹമ്മദ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം, അതിൽ പറയുന്നൊരു ഭാഗമുണ്ട്, അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹം പറയാണ്, നിങ്ങൾ സീസറിന്റെ വാളെടുത്ത് യേശുവിൻ്റെ കയ്യിൽ കൊടുക്ക്, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാം. വല്ലാത്തൊരു വാക്കാണ്. സീസർ എന്ന് പറഞ്ഞാൽ ലോകത്തിനെ അതിജയിച്ച, ഒരുപാട് ജ്ഞാന തലങ്ങളുണ്ടായിരുന്ന, എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയ, അധികാരം കീഴ്പ്പെടുത്തിയ മഹാവ്യക്തിയാണ്, ഒരു വിജിഗീഷുവാണ്, പടനായകനാണ്. അദ്ദേഹത്തിൻ്റെ വാളെടുത്ത് ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്? യേശുവിൻ്റെ കയ്യിൽ കൊടുക്കും.
സ്നേഹത്തിൻ്റെയും ആത്മീയതയുടെയും തേജോരൂപമായ ലോകത്തിന് ഒരു ആത്മീയത മാത്രം പ്രസരിപ്പിച്ച ഒരു മഹാമനുഷ്യനാണ് യേശു. അതെടുത്ത് ഇവിടെ കൊടുക്കുക. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാമൂഹികതയുടെ അതൊരു മൂസവി ഭാവമാണെന്നാണ് പറയാം. സൂഫികളും ചിന്തകന്മാരും പറയാറുണ്ട് അതൊരു മൂസവി ഭാവമാണ്. ഒരു സാമൂഹികതയുടെ, സമൂഹത്തെ പരിഷ്കരിക്കുന്നതിൻ്റെ, സമൂഹത്തെ അടരാടുന്നതിൻ്റെ, പോർക്കളത്തിൽ ഇറങ്ങേണ്ടതിൻ്റെ ഒരു തലം. അത് മൂസ അലൈഹിസ്സലാമിൻ്റെ ഒരു ഗുണമാണ്. അള്ളാഹു ഓരോ പ്രവാചകന്മാർക്കും ഓരോ പ്രത്യേക സവിശേഷമായ ഗുണങ്ങൾ കൊടുത്തിരുന്നു. ഈ സവിശേഷമായ ഗുണങ്ങളെല്ലാം കൂടിച്ചേർന്ന ആളാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ് സുലൈമാൻ നദ്വി അതിനെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് അതൊരു ബുക്കേ പോലെയാണെന്ന്. ഒരുപാട് പൂക്കൾ, എല്ലാ പൂക്കളും കൂടി ഒതുങ്ങിയ ബുക്കേ, അതിലെല്ലാം ഉണ്ട്, എല്ലാ പ്രവാചകന്മാരുടെ സവിശേഷതകളുണ്ട് തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ. അപ്പോൾ ആ സീസറിൻ്റെ വാളെടുത്ത് യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം സാർത്ര എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഫിലോസഫർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സാമൂഹിക ശാസ്ത്രജ്ഞനായിരുന്നു. ഒരുപാട് ദർശനങ്ങൾ ചെയ്ത ആളാണ്. മലയാളത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒരു മതം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയാണ്, ഞാൻ ഏതെങ്കിലും ഒരു മതം സ്വീകരിക്കുകയാണെങ്കിൽ അത് അലി ശരീഅത്തിയുടെ മതമായിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ അലി ശരീഅത്തി ആ സമ്മാനിച്ചതിൻ്റെ ഒരു മഹത്വം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കുറേ ഭാഗങ്ങൾ അതുപോലത്തെ. അപ്പോൾ നമ്മളിനിയും അൽ ഹുസ്നു റഫീഖി എന്ന് പറയുന്ന ഒരു ഭാഗത്തെ ഞാനിപ്പോൾ അടുത്ത് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുഃഖമാണ് എൻ്റെ കൂട്ടുകാരൻ, ദുഃഖമാണ് എൻ്റെ കൂട്ടുകാരൻ. ഈ വേദനയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ലോകത്ത് മനുഷ്യനെല്ലാവരും വേദനയെ കാമിക്കുന്നവരാണെന്ന് മനഃശാസ്ത്രം പറയാണ്. വേദനയാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതെന്ന്. കാരണം വേദന മനുഷ്യൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നൊരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് മനുഷ്യനിൽ ഇത്രമാത്രം വേദന അലിഞ്ഞു ചേർന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് മുർത്തസ മുത്തഹരി എന്ന ഇറാനിയൻ ചിന്തകൻ അതിൽ നല്ലൊരു പഠനം നടത്തി. സൂഫികൾ പറയുന്ന ഷിഹാബുദ്ദീൻ സുഹ്റവർദിയും മുല്ലാ സുദ്രയൊക്കെ പറയുന്നൊരു ഭാഗത്തോടെ തന്നെയാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം പറയുന്നത് മനുഷ്യനെപ്പോഴും വേദനയെ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ സ്നേഹിച്ചാലും വേദനയാണെന്ന്. മാനുഷികമായ എല്ലാ സ്നേഹവും നമുക്ക് വേദനയാണ് തരികയാണ്. നമ്മളൊരാളെ സ്നേഹിച്ചു, കൂടുതൽ അടുത്തു. സ്നേഹത്തിൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനൊരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അകലാനാണ് ഉണ്ടാവുക. അത് എം.ടി. വാസുദേവൻ നായർ മഞ്ഞ് എന്ന നോവലിൽ പറയുന്നുണ്ട്. പ്രണയം ഒരു മലകയറ്റം പോലെയാണെന്ന്. കയറി മുകളിലെത്തിയാൽ പിന്നെന്താണ്? പിന്നെ ഒന്നുമില്ല, പിന്നെ താഴോട്ട് ഇറങ്ങാന്നുള്ളത്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു വേർപാട് ഒപ്പം ഉണ്ടാവുന്ന സ്നേഹത്തോടൊപ്പം ഖലീൽ ജിബ്രാൻ അത് മനോഹരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്നേഹം വേദനയെ തരുന്നത്? വേദന എപ്പോഴും മനുഷ്യൻ്റെ കൂട്ടാളിയാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ പോയിന്റിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ ആസ്വദിച്ചത് ഷേക്സ്പീരിയൻ ട്രാജഡികളാണ്. നമ്മൾ അത്ഭുതപ്പെടും, എന്തുകൊണ്ടാണ് ട്രാജഡികൾ ആസ്വദിക്കപ്പെടുന്നത്? ഷേക്സ്പിയറുടെ പ്രധാനപ്പെട്ട നാടകങ്ങളൊക്കെ എന്തായിരുന്നു? ട്രാജഡി ആയിരുന്നു, ദുരന്ത പര്യവസായിയായിരുന്നു. പക്ഷെ അത് ആസ്വദിക്കാൻ നമുക്കിപ്പോഴും ഇഷ്ടമാണ്. എന്തുകൊണ്ട്? ട്രാജഡി ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾക്കുള്ളിലുള്ള വേദനയുടെ ഒരംശം, നമ്മുടെ ആത്മാവിൽ ബന്ധിക്കപ്പെട്ട വേദനയുടെ ഒരു അംശത്തെ എവിടെയോ ഒഴുക്കി കളയാനാണ്. എന്തുകൊണ്ടാണ് വേദന എന്നുള്ളതാണ് അതിൽ ചോദ്യം. അത് മനഃശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ചിട്ട്, പ്രത്യേകിച്ച് ഇസ്ലാമിക തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിശാസ്ത്രത്തെ അതുപോലെ അവലംബിച്ച മഹാന്മാരായ സൂഫികൾ അതിനെക്കുറിച്ച് പറഞ്ഞു. മനുഷ്യന്റെ മഹാവേദനക്ക് കാരണം അവൻ്റെ പ്രഭവത്തിൽ നിന്ന് വേർപെട്ടവനാണ്. അവൻ്റെ ഉറവിടം ഇവിടെ അല്ല. അവൻ്റെ സ്നേഹം, മനുഷ്യനിൽ സ്നേഹം നിക്ഷിപ്തമാണ്. ഈ സ്നേഹം ചെല്ലേണ്ട ഒരു സ്ഥലമുണ്ട്. ആ സ്നേഹം അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോഴേ അവന് ലക്ഷ്യം പ്രാപിക്കുന്നുള്ളൂ. അതാണ് കാരണം. എവിടുന്നാണോ ഇത് പുറപ്പെട്ടത്, എവിടുന്നാണോ വന്നത്, ഏതൊരു ഒരു ബിന്ദുവിനും ആ ബിന്ദു തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുന്ന ആ വൃത്തം പൂർത്തിയാണ്. ആ വൃത്തത്തിലേക്ക് തിരിച്ചെത്തുമ്പോഴേ അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാകുന്നുള്ളൂ. അത് ആ ലക്ഷ്യത്തിലല്ലാതെ മറ്റു പലയിടത്തും പോവാണ്. മൗലാന റൂമി പറയുന്നുണ്ട്, ഒരു യഥാർത്ഥ അനുരാഗിയുടെ അനുരാഗം, സ്നേഹം ഏതെല്ലാം ലോകത്തിലൂടെ തിരിഞ്ഞു പോയി കഴിഞ്ഞാലും ഒടുവിൽ അവൻ്റെ യഥാർത്ഥ പ്രണയഭാചനത്തിൽ തന്നെ എത്തി. യഥാർത്ഥ പ്രണയഭാചനം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതാണ് യഥാർത്ഥ ലക്ഷ്യം.